Hello guys, I am Aditya. Malayalam Tech Factory channel video. So, 2-3 വർഷം മുമ്പ് നമ്മുടെ സ്മാർട്ട്ഫോൺ മാർക്കറ്റിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ച രണ്ട് സ്മാർട്ട്ഫോൺസ് ആയിരുന്നു ഷവോമിയുടെ Redmi K50 and K20 Pro. ഈ രണ്ട് സ്മാർട്ട്ഫോൺസ് ഇറങ്ങിയിട്ട് ഇപ്പോൾ 2-3 വർഷം ആകുന്നെങ്കിലും ഇപ്പോഴും പല ആൾക്കാരും ഈ സ്മാർട്ട്ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അവരെ എനിക്ക് പേഴ്സണലി അറിയാം. സോ അത്രയും മികച്ച രണ്ട് സ്മാർട്ട്ഫോൺസ് ആയിരുന്നു ഇത്. എന്നാൽ ഈ സ്മാർട്ട്ഫോൺസിന്റെ സക്സസർ വെർഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് Redmi K50i. സോ ഈ സ്മാർട്ട്ഫോണിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ആദ്യം തന്നെ പറയുകയാണ് Redmi K50i എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോൺ തീർച്ചയായിട്ടും ഒരു വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോണാണ്. പക്ഷേ എന്നാലും എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ തരത്തിലുള്ളൊരു സ്മാർട്ട് ഫോൺ അല്ലത്. അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ അങ്ങോട്ട് സംസാരിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ Redmi K50i എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോൺ എങ്ങനെയാണെന്ന് നോക്കാം. സോ ഈ സ്മാർട്ട് ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനിലേക്ക് കടക്കുവാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് വരുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് വരുന്നത്. ബാക്ക് സൈഡിൽ നമുക്കൊരു മാറ്റ് ഫിനിഷാണ് ലഭിക്കുന്നത്. പക്ഷേ ബാക്ക് സൈഡിലുള്ള ഡിസൈൻ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 200 grams ആണ് ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. സോ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കുവാണെങ്കിൽ ഡീസൻറ്റ് ഓക്കെ ആണെന്നൊക്കെ വേണം പറയാൻ. പിന്നെ ഈ ഫോൺ കണ്ടിട്ട് ഈ അടുത്തിടെ ഇറങ്ങിയ കുറച്ച് റിയൽമി ഫോൺസുമായിട്ട് എനിക്ക് നല്ല സാമ്യം തോന്നുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ദെൻ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ 6.6 ഇഞ്ചസിൻ്റെ ഒരു ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ലിക്വിഡ് FFS ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. FFS ഡിസ്പ്ലേ എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ IPS LCD ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ തന്നെയാണ്. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വരുന്നത് കുറച്ചുകൂടെ ബ്രൈറ്റർ ആയിരിക്കും, കുറച്ചുകൂടെ പവർ എഫിഷ്യൻ്റ് ആയിരിക്കും, കുറച്ചുകൂടെ നല്ലൊരു കളർ കാലിബ്രേഷനും കളർ ആക്യുറസിയൊക്കെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കിട്ടും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ നോക്കുവാണെങ്കിൽ 144 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്, 270 ഹെഡ്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് കിട്ടുന്നുണ്ട്. സോ ഗെയിമേഴ്സ് ശ്രദ്ധിക്കുക. ദെൻ നോക്കുവാണെങ്കിൽ 650 നിറ്റ്സിൻ്റെ മാക്സ് ബ്രൈറ്റ്നസ് ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റിയുടെ കാര്യത്തിലൊന്നും വലിയ പ്രശ്നമില്ല. ഡീസൻറ്റ് ഔട്ട്ഡോർ വിസിബിലിറ്റി തീർച്ചയായിട്ടും കിട്ടും. പിന്നെ നോക്കുവാണെങ്കിൽ HDR10+ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, വൈഡ് ബൈ L1 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ദെൻ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും ഫ്രണ്ട് സൈഡിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഒരു FFS ഡിസ്പ്ലേ എന്ന പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ AMOLED വേണ്ട അതിനെപ്പറ്റി എന്തായാലും നമുക്ക് വീഡിയോയിൽ ലാസ്റ്റ് സംസാരിക്കാം. പിന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ലഭിക്കുന്നത്. ദെൻ നമുക്ക് ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്ക് ലഭിക്കുന്നുണ്ട്. സോ വളരെ നല്ല കാര്യം. ഗെയിമേഴ്സ് നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആണ്. സത്യം പറയുകയാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ കണ്ടുവരാത്തൊരു സംഭവമാണ് ഫോൺസിൽ ഹെഡ്ഫോൺ ജാക്ക്. എന്തായാലും അത് ഇവിടെ കിട്ടുന്നുണ്ട്, വളരെ നല്ല കാര്യം. കാലം പോയൊരു പോക്കേ, ഇതൊക്കെ ഇപ്പോൾ ഒരു ഫീച്ചറായിട്ട് എടുത്തു പറയേണ്ട ഒരു ഗതികേടായി. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനം എങ്ങനെയുണ്ടെന്ന് നോക്കുവാണെങ്കിൽ ഗെയിമേഴ്സ് കാതോർത്തിരിക്കാൻ നിങ്ങൾക്കുള്ളതാണ്. ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് MediaTek Dimensity 8100 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് വന്നിരിക്കുന്നത്. ഇതൊരു 5G ചിപ്സെറ്റാണ്. 5 നാനോമീറ്റർ ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ചിപ്സെറ്റാണ്. ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് 12ഓളം 5G ബാൻഡ്സ് ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ 5G വേണ്ടവർക്ക് ആവശ്യത്തിന് ബാൻഡുകൾ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് ഒന്ന് നോക്കുവാണെങ്കിൽ 8 lakh above ആണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്ന അണ്ടർ ബെഞ്ച്മാർക്ക് സ്കോർ എന്ന് പറയുന്നത്. അതായത് കമ്പയർ ചെയ്യുവാണെങ്കിൽ Qualcomm Snapdragon 870, 888 ഇതിനെക്കാട്ടിയൊക്കെ ബെറ്റർ പെർഫോമൻസ് കിട്ടുമെന്നാണ് ഓൺ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ബട്ട് ഇൻ റിയൽ ലൈഫ് നോക്കുവാണെങ്കിലും ശരിയാണ്, ആ ഒരു ലെവലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ BGMAയിൽ സ്മൂത്ത് 90 FPS ഗെയിം പ്ലേ കിട്ടുന്നുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ വളരെ നല്ലൊരു കൂളിംഗ് ടെക്നോളജി ഈ സ്മാർട്ട് ഫോണിൽ വന്നിട്ടുണ്ട്. ലിക്വിഡ് കൂളിംഗ് 2.0 ആണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. പിന്നെ LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിട്ടുണ്ട്. സോ ഫ്ലാഗ്ഷിപ്പ് ലെവൽ റാം ടൈപ്പ് ആൻഡ് സ്റ്റോറേജ് ടൈപ്പാണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. വളരെ നല്ല കാര്യം. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇവനൊരു കില്ലാടി തന്നെ. ഇത്രയും നേരം നമ്മൾ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നു. ഇനിയാണ് സോഫ്റ്റ്വെയർ. ഈ സ്മാർട്ട് ഫോണിൽ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് Android 12 മുകളിലായിട്ട് MIUI 13 ആണ് വന്നിരിക്കുന്നത്. Android 12 നല്ല കാര്യം, നമുക്ക് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വേർഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ MIUI 13 ഇപ്പോൾ ഒപ്റ്റിമൈസ്ഡ് ആണ്, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഇവന്മാരുടെ അപ്ഡേറ്റ്സ് അങ്ങോട്ട് റോൾ ഔട്ടായി തുടങ്ങുമ്പോണ്ടല്ലോ അറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൻ്റെ കാര്യം ചോദിക്കുവാണെങ്കിൽ എപ്പോൾ കിട്ടും, എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു പ്രതീക്ഷയില്ല, ദൈവത്തിനറിയാം. ഇനി നമുക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പ് ആൻഡ് ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ ഈ സ്മാർട്ട് ഫോണിൻ്റെ റെയർ സൈഡിലായിട്ട് നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 64 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറ. ഇത്രയാണ് നമുക്ക് റെയർ സൈഡിൽ ലഭിക്കുന്നത്. റെയർ ക്യാമറയുടെ വീഡിയോ റെക്കോർഡിംഗ് കാപ്പബിലിറ്റി വരുന്നത് 4K 30 FPS ആണ്. സത്യം പറയുകയാണെങ്കിൽ 4K 60 FPS കൊടുക്കാമായിരുന്നു, കാരണം ചിപ്സെറ്റ് ക്യാപ്പബിൾ ആണല്ലോ. ഇനി സെൽഫി ക്യാമറയിലേക്ക് വരുവാണെങ്കിൽ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് കാപ്പബിലിറ്റി വരുന്നത് 1080p at 60 FPS ആണ്. ഡീസൻ്റ് ആണ്, പക്ഷേ 4K 30 FPS 60 FPS കൊടുക്കാമായിരുന്നു. ഇനി ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ ഡീസൻറ്റ് അല്ലെങ്കിൽ ആവറേജ് ലെവൽ ക്യാമറ പെർഫോമൻസ് എന്ന് വേണം പറയാൻ.
അത്ര ഇംപ്രസീവ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇനി നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്ന ബാറ്ററി ആൻഡ് ചാർജിങ് നോക്കുകയാണെങ്കിൽ 5080 mAh ഒരു ബാറ്ററിയാണ് നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. ഇത് ചാർജ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് ഇൻബോക്സ് ആയിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. സോ വളരെ നല്ല കാര്യം. ഇനി നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്ന മറ്റ് പല ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ സാധാരണ ഷവമി സ്മാർട്ട് ഫോൺസിൽ ലഭിക്കുന്നത് പോലെ തന്നെ IR ബ്ലാസ്റ്റർ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ X ആക്സിസ് ലീനിയർ മോട്ടോഴ്സ് ആണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ലെവൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ് നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ Wi-Fi 6 ആണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. ദെൻ ഫൈനലി നമുക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് സംസാരിക്കാം. ഈ സ്മാർട്ട് ഫോണിൻ്റെ 6GB റാമും 120GB ഇന്റർണൽ സ്റ്റോറേജും വരുന്ന വേരിയൻ്റ് പ്രൈസ് വരുന്നത് 25,999 രൂപയാണ്. എന്നാൽ ഇൻട്രോഡക്ടറി പ്രൈസ് എന്ന രീതിയിൽ നമുക്ക് ഈ സ്മാർട്ട് ഫോൺ ICICI കാർഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു 3000 രൂപ ഓഫ് കിട്ടുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് 22,999 രൂപയ്ക്ക് ഈ സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കും. ആ ഒരു പ്രൈസിന് എന്തായാലും വളരെ നല്ലൊരു ഡീലായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ഇതെല്ലാവർക്കും ഉള്ളൊരു സ്മാർട്ട് ഫോൺ അല്ല. കാരണം ഇതൊരു വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ ആണ്, പക്ഷേ ഇതൊരു ഓൾറൗണ്ടർ ഫോണല്ല. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഇപ്പോൾ നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ഈ സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ കിട്ടുന്നില്ല, വളരെ നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടുന്നില്ല, അതുപോലെ തന്നെ വളരെ മികച്ച സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കിട്ടുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ പ്രൈസ് കാറ്റഗറിയിലുള്ള മറ്റ് പല ഓൾറൗണ്ടർ ഫോൺസ് നോക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇനി നിങ്ങളൊരു ഗെയിമറാണ്, നിങ്ങൾ ഗെയിമിംഗ് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ നോക്കാം. അതും ഈ ഒരു ഇൻട്രോഡക്ടറി പ്രൈസ് ഓഫറിൽ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ നോക്കാം. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എനിക്ക് അത്ര ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 26,000 രൂപയാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത്. ഒരു 2,000 രൂപ കൂടെ നമ്മൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ പോക്കോ F4 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടും. അതിനകത്ത് നമുക്ക് AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ക്യാമറ പെർഫോമൻസ് നമുക്ക് ആ സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ബാക്കി പെർഫോമൻസ് എല്ലാം ഓക്കെയാണ്, ഒരു ഇഷ്യൂസും വരില്ല. പക്ഷേ എനിക്കറിയാം നിങ്ങളിൽ പല ആൾക്കാർക്കും പോക്കോ ഫോൺസിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് IQ Neo 6 എന്ന് പറയുന്ന ഫോൺ എടുക്കാം. അതിൻ്റെ ആക്ച്വൽ പ്രൈസ് 30,000 രൂപയാണ് വരുന്നത്. പക്ഷേ എന്നാലും പല ഓഫർ ടൈമിൽ 28,000 രൂപയ്ക്ക് നമുക്ക് ആ സ്മാർട്ട് ഫോൺ ലഭിക്കാറുണ്ട്. സോ ആ ഒരു പ്രൈസിന് എന്തായാലും വളരെ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണിത്. സോ ആ ഒരു ഫോൺ നിങ്ങൾക്ക് നോക്കാം. സോ ഇതാണ് ഈ Redmi K50i എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.